പണ്ട് പാദസരം വാങ്ങാൻ അച്ഛനും അമ്മയും കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ അമ്മയോടും അച്ഛനോടും ഏൽപ്പിക്കും, എനിക്ക് കാല് നിറച്ചുള്ള കിലുങ്ങുന്ന പാദസര വേണ്ടേന്ന്. എന്നിട്ട് കടയിൽ ചെന്നിട്ട് എല്ലാ മോഡലും ഒന്ന് നോക്കും. എന്നിട്ട് അവസാനം ആ കിലുങ്ങുന്ന പാദസരം തന്നെ എടുത്തിട്ട് വരും. അവിടുന്ന് തന്നെ അത് കാലിലിടിക്കും. എന്നിട്ട് കിലുക്കി ഒരു നടത്താ, എന്തോ പിടിച്ചടക്കിയ മട്ടിലുള്ള ഒരു നടത്തം. കിലുക്കം കേട്ട ആരെങ്കിലൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോന്നും കൂടി നമ്മളൊക്കെ നോക്കും. അപ്പോഴൊക്കെ സ്വർണ്ണ പാദസരമിട്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല. എൻ്റെ ക്ലാസ്സിലെ പകുതി കുട്ടികൾക്കും ഇങ്ങനെ നിറയെ കിലുക്കുള്ള പാദസരം തന്നെയാണ് ഉണ്ടായിരുന്നത്. നിറയെ കിലുക്കുള്ള പാദസരമൊക്കെ വാങ്ങി തന്ന് നമ്മൾ എവിടെങ്കിലും നിന്ന് കുസൃതിയൊക്കെ ഒപ്പിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വേഗം മനസ്സിലാവും. നമ്മുടെ പാദസരത്തിൻ്റെ ഒച്ച ഇട്ടിട്ട് അവര് വേഗം അങ്ങോട്ട് എത്തുകയും ചെയ്യും. പ്രത്യേകിച്ച് അമ്മ. അപ്പോഴാണ് പാദസരത്തിൻ്റെ കിലുക്കം നമ്മളെ ചതിക്കുന്നത്. ഇങ്ങനെ ഒളിച്ചു നിന്നൊക്കെ കുസൃതി കാട്ടുന്ന സമയത്ത് അമ്മ കണ്ടുപിടിച്ച് നല്ല തല്ല് തന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ കുട്ടിക്കാലം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ല ഓർമ്മകളൊക്കെ സമ്മാനിച്ച കാലം തന്നെയായിരുന്നു. ഈ പാദസരം ഉണ്ടാക്കുമ്പോൾ ഒരു കുട്ടിക്കാലം മനസ്സിലൂടെ മിന്നി മാഞ്ഞു പോയി. ഇപ്പോഴും നിറച്ചും കിലുക്കുള്ള പാദസരമൊക്കെ ഇടാൻ കൊതിയുണ്ട്, പക്ഷെ ഇട്ടാൽ മോശമല്ലേ? അപ്പം നമ്മുടെ പാദസരം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.